ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. രാത്രി 9:30 മണിയായപ്പം പായസം കുടിക്കണമെന്ന് ഒരു മോഹം. അപ്പം തന്നെ പായസം പോയിട്ടുണ്ടാക്കി. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞേരെയാണ് അങ്ങനത്തെ ഒരു മോഹം തോന്നിയത്. അന്നപ്പം ഞാൻ ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പോൾ കുറച്ച് ചെറുപയർ പരിപ്പ് ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് വേഗം തന്നെ വറുത്തെടുത്തു. കുറേ ആയിരുന്നു കൊണ്ടുവച്ചിട്ട്. അപ്പോൾ ഞാനത് വറുത്തിട്ട് പായസം വയ്ക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ വറുത്തിട്ടില്ലെങ്കിൽ അത് വേറൊരു ടേസ്റ്റായി മാറും. ഇത് വറുത്ത് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് കടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ നല്ലോണം തന്നെ വറുത്തുണ്ട് കേട്ടോ. അപ്പം വറുത്തെടുത്ത് മാറ്റി വെച്ചു. അത് പിന്നെ തേങ്ങ വേണ്ടേ നമുക്ക്. അപ്പം തേങ്ങയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് പച്ച തേങ്ങ ഉണ്ടായിരുന്നു വലിച്ചിട്ട് കൊണ്ടുവന്ന് കേട്ടോ. അപ്പോൾ അത് വേണോ നോക്കാം നമുക്ക്. 2 എണ്ണം അല്ലെങ്കിൽ എത്ര എണ്ണം വേണമെന്ന് നമുക്ക് ചിരവി നോക്കിയിട്ട് നോക്കാം. ഇത് പുതിയ ചിരവിയാട്ടോ. ആദ്യം ഇങ്ങനെ വെച്ചിരിക്കുന്നതായിരുന്നു, എടുക്കാൻ പറ്റില്ല. ഇത് ഞാൻ ഒരു ചിരവ പുതിയത് വാങ്ങിച്ചു. ഇതിന് ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, തരാം. നല്ലതാണ്. അവിടെ ഇവിടെയും ഒരു സ്ഥലത്തിൻ്റെ വേഗം ചിരവിലെടുത്ത് വയ്ക്കുക, സ്ഥലം പോവില്ല. അപ്പം എത്ര വേണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ചിരവി നോക്കിയിട്ട് ചിരവിയിട്ട് വരാം കേട്ടോ. അപ്പം ചിരവി എടുത്തപ്പം ഇത്ര ഉണ്ടായിരുന്നു തേങ്ങ. എല്ലാം എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. പച്ച തേങ്ങ ആയതുകൊണ്ട് നല്ല പാലും കിട്ടി. ഉണക്കത്തേങ്ങ ആകുമ്പം പാലും കിട്ടിയില്ല, ചിലവാനും പണിയാണ്. ജലദോഷമുണ്ട്, പൊടി പിടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അപ്പം ചിരവെടുത്തിട്ട് ഞാൻ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഫസ്റ്റ് പാലിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അടിച്ചെടുക്കണ്ട എന്തായാലും. ഇത് സെക്കൻഡ് പാലാണ്. ഫസ്റ്റ് പാൽ നല്ല കട്ടി തന്നെ എടുത്തിട്ട് വെച്ചു. പിന്നെ എന്താ പറയുക, ആദ്യം ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് കഴുകിയെടുത്തു കേട്ടോ. കഴുകാതെ ആയിരുന്നല്ലോ നമ്മൾ വറുത്തത്. ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിൽ ശരിക്കും പറയുകയാണെങ്കിൽ. എന്നാലും ഞാനൊന്ന് നല്ലോണം കഴുകിയെടുത്തു. അന്നേരം ഞാൻ രണ്ടാമത്തെ പാലാണ് കേട്ടോ അതിൽ ഒഴിച്ചത്. അതിൽ കുറച്ചൊരു വെള്ളം കൂടുതലുണ്ട്, മറ്റേ നല്ല കട്ടി പാലാണ്. അത് ഒഴിച്ചിട്ടു കുക്കറിലിട്ടിട്ട് വെച്ച് 2-3 വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം വറുത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടിയില്ല. വറുത്തിട്ടില്ലെങ്കിൽ വേഗമായിരുന്നു, ഒറ്റ വിസിൽ മതി വറുത്തിട്ടില്ലെങ്കിൽ. അപ്പം 2-3 വിസിലടിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ തുറന്ന് നോക്കിയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്താ പറയുക, ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അതിൽ കല്ലുണ്ടാവില്ലേ. അപ്പം ആ കല്ല് പോകാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇതിൻ്റെ ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് അത് കല്ല് അവസാനമാകുമ്പോൾ ഇങ്ങനെ കല്ല് കടിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഉണ്ടാക്കിയാൽ കല്ല് അരിച്ചെടുക്കാമല്ലോ, അടി ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ അതിലൊഴിച്ച് കഴിഞ്ഞാൽ കല്ല് അതിൽ പെടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അത് നല്ലോണം ഉരുക്കാൻ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, തോനെയൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല. നമ്മുടെ തേങ്ങാപ്പാലും ഒഴിച്ചതുകൊണ്ട് കൂടുതൽ വെള്ളമായിപ്പോയാൽ കട്ടി കുറഞ്ഞു പോകില്ലേ. അതുകൊണ്ട് കുറച്ച് വെള്ളമാട്ടോ ഒഴിച്ചത്. നല്ലോണം തന്നെ ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം എടുത്തു, കുറച്ച് വെള്ളം ആയതുകൊണ്ട്. എന്നാലും ഞാൻ ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ രാത്രി പായസം വയ്ക്കാൻ മോഹം തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഒരു മോഹം തോന്നി. എന്താണെങ്കിലും ഈ പായസം എന്നല്ല, കേസരി ആണെങ്കിൽ കേസരി അപ്പം തന്നെ ഞാൻ പോയിട്ട് ഉണ്ടാക്കും. പിന്നെ കൂടുതലും അവിൽ മിൽക്കാണ്. അത് പിന്നെ പെട്ടെന്ന് കഴിയുമല്ലോ. എനിക്കിഷ്ടമാണ് അവിൽ മിൽക്ക്. ഞാൻ പെട്ടെന്ന് പോയിട്ട് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ അവിൽ മിൽക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മളെ ഈ ചെറുപയർ പരിപ്പ് ആവിയൊക്കെ വന്നിട്ടുണ്ട്. 5 എണ്ണം അടിച്ചിട്ടുണ്ട്. അല്ല 3 എണ്ണം ആട്ടോ അടിച്ചത്. 3 വിസിൽ വന്നതിൻ്റെ ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പം അത് വെന്തിട്ടില്ലായിരുന്നു. അന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ഒരു വിസിലും കൂടെ അടുപ്പിച്ചു. അപ്പോൾ ഇത് ഇങ്ങനെയാണ്. നല്ലോണം വെന്തിട്ടില്ല കേട്ടോ, എനിക്കങ്ങനെ നല്ലോണം വേവുന്നത് അങ്ങനെ ഇഷ്ടമല്ല. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പായസം എന്തുണ്ടാക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. ഈ മധുരമുള്ളത് ഉപ്പും മധുരം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുമല്ലോ എന്നപ്പം ഞാൻ കുറച്ചൊരു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ശർക്കര അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. അടി ഒഴിവാക്കിയിട്ട് മേലെ ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ. അതും കൂടെ കൂട്ടിയിട്ട് നല്ലോണം തന്നെ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ കൊണ്ട് കുറുകി വരണ്ടേ. അപ്പം ഒരു സ്മെല്ല് പറയാൻ പറ്റില്ല. മോൻ റൂമിൽ നിന്ന് എണീറ്റ് വന്നിട്ടുണ്ട് എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ട്. പിന്നെ ഞാൻ
പഞ്ചസാരയും ഏലക്കായും കുറച്ച് ജീരകം കൂടെ കൂട്ടിയിട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചസാര ശരിക്കും വേണ്ട, പക്ഷെ അത് പൊടിഞ്ഞ് കിട്ടില്ലല്ലോ, ഏലക്കായി ജീരകവും. അത് ഇട്ടിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷമാണ് ഫസ്റ്റ് പാലൊഴിച്ചത് കേട്ടോ. പിന്നെ അങ്ങനെ തിളപ്പിക്കണ്ട. ഒരു കാര്യം ഞാൻ പറയട്ടെ, അപ്പോൾ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി, പിന്നെ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ അതിലേക്ക് ഈ നെയ്യ് ഇട്ടിട്ട് അണ്ടിപ്പരിപ്പില്ലേ അതും അതിലൊഴിച്ചിട്ടുണ്ട്. പക്ഷേ ചാർജ് ഇല്ലല്ലോ, എങ്ങനെ എടുക്കും? അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കണ്ടേ പായസം. പിന്നെ ഈ പായസമായി എല്ലാവരും കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ചാർജ് ശരിക്കും ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റിയത്. അതുകൊണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.